അതേ പഠിക്കാൻ പറ്റൂ. അപ്പോൾ അതിനുശേഷം ഒരു 40 വർഷമായിട്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ടാണ് പഠനവും അതുമായി ബന്ധപ്പെട്ട ജ്യോതിഷ ക്രിയകളും ഒക്കെ ചെയ്യാറുണ്ട്, ജ്യോതിഷ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട്. ഇതിനിടയിലാണോ ഈ ഹരികുമാറിനെ ദൈവപ്രശ്നം നടത്താറുണ്ട്. ഹരികുമാർ ഈ കോവിഡിന് മുമ്പ് എനിക്കൊരു സഹായി വേണമെന്ന് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ അയാൾ മുഖാന്തരമാണ് ഈ ഹരികുമാർ നമ്മുടെ വീട്ടിൽ വരുന്നത്. അപ്പോൾ വിളക്ക് കത്തിക്കാനും പൂജാസാധനങ്ങൾ ഒരുക്കാനും ഒക്കെ ആയിട്ടായിരുന്നു അയാളുടെ ജോലി. അപ്പോൾ ആ സമയത്ത് ഒരു ഏകദേശം 1.5 കൊല്ലമായപ്പോഴത്തേക്ക് അയാളുടെ പ്രകൃതത്തിൽ മാറ്റം കണ്ടപ്പോൾ അയാൾ തിരിച്ച് അവരുടെ അച്ഛനമ്മയോടൊപ്പം അയക്കുകയാണ് ചെയ്തത്. അല്ലാതെ മുൻപാണില്ല അല്ലേ? അതെ 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 2021 ശേഷം പിന്നെ അയാളുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പൊ അന്ന് ഏകദേശം 1.5 വർഷക്കാലം സഹായിയായിട്ട് ഹരികുമാർ ഉണ്ടായിരുന്നു. ഈ പ്രകൃതത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞത് എന്താണ് ശ്രീ ദേവിദാസ്? അതെ, അത് ആദ്യമൊക്കെ അയാൾ വളരെ കാര്യമായിട്ട് പറയുന്ന കാര്യം ചെയ്യുമായിരുന്നു. പിന്നീട് ഒരു തർക്ക സ്വഭാവം പോലെ, പിന്നെ പറഞ്ഞാൽ അത് ഒരു കാര്യവും ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് അയാൾ വന്നു. പിന്നെ പെട്ടെന്ന് ദേഷ്യം വരും, ആരോടും എന്ത് സംസാരിക്കണമെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രകൃതം കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അവരുടെ അച്ഛനമ്മമാരെ വിളിച്ച് ഞാൻ ഒരു മാനസിക പ്രശ്നമുള്ളതായിട്ട് തോന്നിയിരുന്നു അപ്പോൾ ഈ ഹരികുമാറുമായിട്ടൊക്കെ ഇടപെടുന്ന സമയത്ത്. അതുകൊണ്ടാണ് തിരിച്ചയച്ചത്. ഓക്കെ. അപ്പോൾ 2021 ശേഷം പിന്നെ കാര്യമായി ഈ ഹരികുമാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണോ? ഒരിക്കലും കണ്ടിട്ടില്ല, പിന്നെ കാണേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. 2021 ശേഷം, അതായത് 3 വർഷമായിട്ട് ഒരു ബന്ധവുമില്ല ഹരികുമാരോട്, ഫോണിലും ബന്ധപ്പെട്ടിട്ടില്ല, ഒരു തരത്തിലുള്ള ഇടപാടുകളും ഉണ്ടായിട്ടില്ല. 2021 അല്ല, 2019 മുതൽ അങ്ങനെ ബന്ധമൊന്നുമില്ല. ഫോണിലും ബന്ധപ്പെട്ടിട്ടില്ല, ബന്ധപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും പണമിടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ ഈ ഹരികുമാറുമായി? ഹരികുമാറിന് ഞാനൊരു 10,000 രൂപ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പാസ്ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഒരു ഇടപാട് മാത്രമേ ഉള്ളൂ. അതെന്തായിരിക്കും? ഞാൻ ഇവിടെ നിന്ന സമയത്ത് ഇട്ട ഒരു 10,000 രൂപ, അത് ഞാൻ എക്സാക്റ്റ് ഓർക്കുന്നില്ല, അത് നോക്കിയാൽ ഓക്കെ. അതെന്തായാലും ആ സമയത്താണ് 2019 കാലത്താണ് ആ പാസ്ബുക്ക് ഇവിടെ ഉണ്ട്. അതെ അതെ. ഓക്കെ. അതിനുശേഷം അടുത്തിടെ എപ്പോഴെങ്കിലും ഹരികുമാറോ ഈ പറയുന്ന സീതുവോ അങ്ങയുടെ വീട്ടിൽ വരികയോ അങ്ങയെ കാണുകയോ ചെയ്തിട്ടുണ്ടോ? ഒരു 7 മാസം മുമ്പ്, ഞാൻ എക്സാക്റ്റ് ഓർക്കുന്നില്ല, ഒരു ദിവസം കരിക്കയം ക്ഷേത്രത്തിൽ തൊഴാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പെൺകുട്ടിയും അവരുടെ ഒരു 2ാമത്തെ ഭർത്താവും ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞു സാറേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത്, കരിക്കത്തെ ക്ഷേത്രത്തിൽ പോയിട്ടാണ് ഞാനിവിടെ വരുന്നത് എന്ന് പറഞ്ഞു. അതായത് താങ്കൾക്ക് ഹരികുമാറിനെയും ശ്രീധുവിനെയും അറിയാമായിരുന്നു അല്ലേ? ഞാൻ ഇതുമായിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കണ്ട. അല്ലല്ല, ചോദിച്ചതേ ഉള്ളൂ. കാര്യം ഇപ്പം കല്യാണം കഴിച്ചു സാറേ എന്നറിയാമെങ്കിൽ ഈ കുട്ടിയെ നേരത്തെ അറിയാമായിരിക്കുമല്ലോ എന്നുള്ളത് കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. ഹരികുമാർ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഹരികുമാറിന്റെ മാസ ശമ്പളം വാങ്ങിക്കൊണ്ടുപോയത് ഹരികുമാറിന്റെ അമ്മയും ഈ സഹോദരിയും കൂടെ വന്നിട്ടാണ്. അങ്ങനെ അവരിവിടെ വന്നിട്ടുണ്ട്. പൈസ വാങ്ങിക്കൊണ്ടുപോകാനായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു 3-4 മാസം. അതിനുശേഷം അവരുടെ അച്ഛനോ ആരെങ്കിലും ഇവിടെ വരും, പൈസ വാങ്ങിക്കൊണ്ട് പോകും. പിന്നെ അതിനുശേഷം ഇയാൾ തന്നെ അയാളുടെ മാമനെ ഒരാളെ വിളിച്ചിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് പോകും. ഇങ്ങനെയൊക്കെ ആയിരുന്നു. 3-4 ദിവസം അവരോട് വന്നിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ കാണുന്നത്, അതെ ഞാൻ പറഞ്ഞോട്ടെ, അതിനുശേഷം കാണുന്നത് ഈ ഒരു തവണയാണ്. ഒറ്റ തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവരുടെ 2ാമത്തെ ഭർത്താവുമായിട്ട് ഇവിടെ വന്നിരുന്നു. ഞാൻ വിവാഹം കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആദ്യത്തെ കല്യാണം വേർപിരിഞ്ഞോ? ഇല്ല. അതെ അതെ, അത് വേർപിരിഞ്ഞില്ല. ഞാൻ ഇങ്ങനെ ഇദ്ദേഹവും ദേവസ്വം ബോർഡിലാണ് ജോലി എന്നൊക്കെ എന്നോട് പറഞ്ഞു. എനിക്കതിൻ്റെ വാസ്തവമൊന്നും അറിയില്ല. അത് ഞാൻ വെറുതെ നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു. കുട്ടി സംസാരിച്ചതും പോയതും. എൻ്റെ വീട്ടിൽ അവർ വന്നു. അവർ ക്ഷേത്രത്തിൽ പോയിട്ട് ഇവിടെ വരുന്നു എന്ന് പറഞ്ഞു. പോയ വഴിക്ക് ഇവിടെ കയറിയതാണെന്ന് പറഞ്ഞു.
അപ്പോൾ മറ്റെന്തെങ്കിലും ഒരു ദിവസം ആവശ്യം അവർ മാത്രമേ പറയുകയോ കണ്ടിട്ടുള്ളൂ. മറ്റെന്തെങ്കിലും പൂജാ കാര്യങ്ങളോ ജ്യോതിഷമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ താല്പര്യം ഉള്ള സ്ത്രീ ആയിരുന്നോ ഈ സ്ത്രീ? ഒന്നും പറഞ്ഞിട്ടില്ല. അവർ പരിഹാരം നോക്കാനോ ഒന്നും അല്ല വന്നത്, അങ്ങനെയല്ല വന്നത്. ഈ ശ്രീധുവിന് അങ്ങനെ ഇവിടെ ക്ഷേത്രത്തിൽ പോയിട്ട് അങ്ങനെ ജ്യോതിഷത്തിൽ താല്പര്യമോ മറ്റു പരിഹാര കർമ്മങ്ങളിൽ എന്തെങ്കിലും താല്പര്യങ്ങളോ ആവശ്യങ്ങളോ ഉന്നയിച്ചിട്ടുണ്ടോ താങ്കളോട്? ഇല്ല. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അവരുടെ ഒരു കാര്യം അറിയില്ല.